അപ്പോൾ ദേ നമ്മൾ ഇവിടുന്ന് ഒരു കൊക്കനട്ട് വാട്ടർ ആൻഡ് ബനാന ഫ്രൈ. സൂപ്പർ മാർക്കറ്റാണ് കണ്ടോ, ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റാണ്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദേ നമ്മളിത് പർച്ചേസ് ചെയ്തു. ഹൗ മച്ച് ടോട്ടൽ? 32,000. നമ്മളങ്ങനെ ഏകദേശം 380 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഒരു വേറെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇതേപോലത്തെ ചില ഓരോ സ്ഥലങ്ങളുണ്ടാവും കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഇങ്ങനെ വരുന്ന വഴിക്ക് ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ പോകുമ്പോൾ ഇതുപോലുള്ള ഫുഡ് കോർട്ടുകൾ കാണാം. ഇവിടെ നമുക്ക് വാഷ്റൂമും അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല തണുപ്പാട്ടോ. രാവിലെ കോടയൊക്കെ ആയിട്ട് ചെറിയ മൂടൽമഞ്ഞൊക്കെ ഉണ്ടാവും. നല്ല തണുപ്പാണ്. രാവിലെ എണീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഉച്ചയായി ഇവിടെ. ഇപ്പോൾ ഇവിടെ ഏകദേശം സമയം 2 മണി ആയിട്ടുണ്ട്. നാട്ടിലത്തെ 12:30, 1.5 മണിക്കൂർ ഡിഫറൻസ്. അപ്പോൾ നല്ല ചൂടാണ്, നല്ല വെയിലാണ്. കണ്ടോ, നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ചൂട് സമയത്ത് ഉണ്ടായിരുന്നില്ല അതേപോലത്തെ ഒരു വെയിലാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണെന്ന് അറിഞ്ഞു. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ മഴയൊക്കെ നമുക്ക് മിസ്സാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലഞ്ച് കഴിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടി നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. വാഷ്റൂമൊക്കെ ഉപയോഗിക്കുക. വാഷ്റൂം ഇവര് ഭയങ്കര ചിരിയാട്ടോ നമ്മുടെ ഭാഷ കേട്ടിട്ട്. ഗൈസ് ഇവിടെ ഫുഡ് മെനുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഡിസ്പ്ലേ ഇല്ല. ഇവര് നമ്മുടെ ഭാഷ കേട്ടിട്ട് ഫുള്ള് ചിരിയാണ്. ഇതാണ് ഫുഡ് കോർട്ട്. നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. കണ്ടോ, ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടുത്തെ 2 ഇത്തമാരാണ്. സോറി, ബേബി ചായ കുടിക്കുകയാണോ? ചായ കുടിക്കുക. ഓക്കെ, നമ്മളിവിടെ ഹോട്ടലിൽ ഭയങ്കര കമ്പനി ചെയ്ത ഒരു അടുക്കളയിലൊക്കെ കയറിട്ടോ. ഗൈസ് കണ്ടോ, ഇത് ഒരു അടുക്കളയാണ്. ഇതെവിടെയാണ് കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. അല്ലേ ദിസ് വൺ വെജിറ്റബിൾ കറിയാണ്. കണ്ടോ, ഇതാണ് ഒരു അടുക്കള. കിച്ചൺ സൂപ്പർ. ഇത് അണ്ണാ, അസ്സലാമു അലൈക്കും. മൈ നെയിം ഈസ് സയ്യിദ് മുഹമ്മദ്. ഐ ആം ഫ്രം ഇന്ത്യ. ഗായ്സ്, ഇവിടുത്തെ കോഴിമുട്ടയുടെ കളർ കണ്ടോ? താറാമുട്ടയാണ് ഇവിടുത്തെ. ഗൈസ് കണ്ടോ, നല്ല കളർ, ശരിക്കും ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു താറാമുട്ടയാണ് ഇവിടെ. താറാമുട്ട വെച്ചിട്ടുണ്ട് കണ്ടോ, ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള കളർ അല്ലേ. ഇവിടെ ഫുഡിന്റെ മെനു കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് നമുക്ക് നോക്കി പറയാം. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ആ എൻഡ് വരെ ഒത്തിരി സ്റ്റാളുകളുണ്ട്. ദെൻ ഇവിടെ പാർക്കിംഗ് ഒക്കെ ആണ്. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഹായ് റിയ, ടയേർഡ്? വെരി ടയേർഡ്? നോ. 380 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് റിയ ഗിന്നസ് റെക്കോർഡിൽ ഐസ് ടീ വന്നിട്ടുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഐസ് ടീ, ഓറഞ്ച്. ബേബി ഓറഞ്ച്, ഐസ്. ഓക്കെ, ഐസ്, ഷുഗർ. ഇന്ത്യൻ കേരള, ഗോഡ്സ് ഓൺ കൺട്രി. Exploring Indonesia, Jakarta and other cities. YouTuber. My name is Muhammad. Yeah. Your name? Rini. Location Pekalongan. Oh, the halal food? Halal. From India. അപ്പോൾ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ടൈപ്പ് ഫിഷ്, പിന്നെ ഫിഷ് കഴിച്ച് മടുത്തപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഓർഡർ ചെയ്തു. ഐസ് ടീ, ഓറഞ്ച് ജ്യൂസ്, ഒരാൾ പകുതി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപായിട്ട് കണ്ട ഒരു കൈ കഴുകാനായിട്ട് വെള്ളം തന്നിരിക്കുകയാണ്. ലെമൺ ഉണ്ട്, നാരങ്ങ പിഴിഞ്ഞിട്ട് കൈ കഴുകുക. നമ്മുടെ കയ്യിലെ അണുക്കളൊക്കെ പോവും. അത് നല്ലൊരു ഐഡിയയാണ്. നമ്മളെവിടെ കാണാത്തൊരു സംഭവമാണ് അല്ലേ. നാരങ്ങ വെള്ളം കൊണ്ടാണ് നമ്മൾ കൈ കഴുകുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട്. അപ്പോൾ ഇതേ ഫുഡ് ഉണ്ടോ,
നല്ല നാടൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണ്ണാപ്പി മീനും സ്നാക്സും സലാഡും പിക്കിളും വൈറ്റ് റൈസും ഒക്കെ ഉണ്ട്. പാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷാണ്, കണ്ടോ അതിൻ്റെ ഒരു വലിപ്പം കണ്ടോ ഗായ്സ്. നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ സലാഡ്. ഇതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച്. റിയ ഓക്കെ റെഡി? ഗെറ്റ് റെഡി ലഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡാണ്, സൂപ്പർ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഇന്തോനേഷ്യക്കാർ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. സോ നമ്മൾ ലഞ്ച് കഴിച്ചു, പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. നമ്മൾ ഏകദേശം 1.25 ലക്ഷം രൂപയ്ക്ക് ഫുഡ് കഴിച്ചു. ഭയ്യ താങ്ക് യു, ബൈ ബൈ, സി യു നെക്സ്റ്റ് അഗൈൻ. ഓക്കെ ഡേ എന്താ ഒരു പയ്യൻ, അവരെ ഹോട്ടലിലത്തെ അവരെ മോനാണ്. എല്ലാവരും കമ്പനിയായി. ബൈ ബൈ, സി യു നെക്സ്റ്റ് അഗൈൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മളിനി യാത്ര തുടരുകയാണ്. ഇനി ഏകദേശം നമുക്കൊരു 120 കിലോമീറ്റർ ഇനി നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്, യോഗ്യകാർത്തയിൽ എത്താൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വെയിൽ ചെറുതായിട്ടത് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഗെറ്റ് റെഡി. ഓക്കെ റെഡി. ഇപ്പം മെയിൻ ഹൈവേയിൽ നമ്മളിപ്പോൾ ഒരു ഉൾഗ്രാമപ്രദേശത്തിലൂടെ സഞ്ചരിക്കുകയാണ് കേട്ടോ ഗൈസ്. കണ്ടല്ലോ, അപ്പോൾ സിറ്റി മെയിൻ ഹൈവേ അല്ല ഇത്, പക്ക ഉഗ്രാമാണ്. ഉഗ്രാമത്തിലേക്ക് നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് വേൾഡിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബുദ്ധ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടത്തേക്ക് കുറച്ചിങ്ങനെ ഒരു ഉൾഗ്രാമപ്രദേശത്തിലൂടെ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് വീണ്ടും അങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈമിന്റെ മുന്നായിട്ട് നമ്മൾ റീച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം അല്ലേ? അവിടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അവിടെ എത്താൻ വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത്രയും കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മളിവിടെ വരികയാണ്. യോഗ്യകാർത്തയിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെയുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ അങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ 2 ദിവസം ഇവിടെ തങ്ങി ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി അടുത്തൊരു പ്ലേസിലേക്ക് പോവുക എന്നുള്ളതാണ് പ്ലാനിങ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ ക്ലോസിങ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ സമയം 3:30-4 മണി ആയിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ തുടങ്ങിയിട്ടുള്ള യാത്രയാണ് കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയ സൈഡിലൊക്കെ എന്തോരം രസമെന്ന്. നമ്മൾ ശരിക്കും കേരളത്തിലൂടെ തന്നെയാണോ യാത്ര? കാരണം നിറയെ ഈ ഇഞ്ചി കൃഷി, അതുപോലെ വാഴ, അതേപോലെ തന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നിറയെ പള്ളികള്, ചർച്ചുകള്, ഇതൊക്കെ നമുക്കിങ്ങനെ വഴി ഉള്ളതിലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ഈ യാത്ര നമ്മൾക്ക് ഒരുപാട് അങ്ങ് ട്രാവൽ ചെയ്തതിന് ചിലപ്പോൾ നമ്മൾ അല്ലേ മുഷിഞ്ഞു പോകും. പക്ഷേ ഈ യാത്ര ഒരിക്കലും ബോറടിക്കില്ല. മാക്സിമം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ യാത്ര. എനിക്ക് ആ 2 ദിവസം വന്ന സമയത്ത് ചെറിയ പനി, ജലദോഷം, ചടപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം ഇന്തോനേഷ്യ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. കൂടെ ഇങ്ങനെ കണ്ടിന്യൂ ട്രാവലിംഗ് ആയതുകൊണ്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ 2 ദിവസത്തേക്ക് ഗ്യാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എനിവേ നമുക്ക് എന്തായാലും ആ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ ചെന്ന് കാണാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ വഴിയോര കാഴ്ചകളും ഈ ഭംഗി ഇവിടുത്തെ ആസ്വദിക്കാം. വില്ലേജ് ഏരിയ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. ചാമ്പക്ക ഓക്കെ, ഹൗ മച്ച്? ചാമ്പക്ക ഫ്രൂട്ട്സ് മേടിക്കാൻ കയറിയതാണ് ഇവിടെ ഒരു കടയിൽ. നമ്മളെ വെറൈറ്റി ഉണ്ടോ, ചാമ്പക്കേൻ്റെ ഒരു വലിയ ടൈപ്പ്. നമ്മൾ മലേഷ്യയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള അതേപോലത്തെ ഒരു ചാമ്പക്ക. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതേവിടെ നല്ല വത്തക്ക കിട്ടും കേട്ടോ. വത്തക്ക കണ്ടോ, വത്തക്ക, ഉപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. നിറയെ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഹൗ മച്ച്? കവർ കവർ. അപ്പോൾ നമ്മളിവിടെ ഒരു കടയിൽ ഫ്രൂട്ട്സ് മേടിക്കാം. നമ്മൾ ഇന്നലെ അവിടുന്ന് മേടിച്ചില്ല നമ്മളെ സ്നേക്ക് ഫ്രൂട്ട് കണ്ടോ. ഇത് ഗ്യാസ് ട്രബിളിന്, വയറിളക്കത്തിനൊക്കെ നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. നല്ല ഫ്രൂട്ടാണ്, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഫ്രൂട്ടാണ് കേട്ടോ, സ്നേക്ക് ഫ്രൂട്ട്. പിന്നെ പപ്പായ, ഇത് ഗ്രേപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗ്രേപ്പൊക്കെ. ഇത് ഈത്തപ്പഴം,
പിന്നെ ഈ സംഭവം. ഹായ് ബേബി. ഹായ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു. ഇത് നമ്മൾ അന്ന് മേടിച്ചത് അല്ലേ? ഫ്രൂട്ട്സ്, ഈത്തപ്പഴം, ഗ്രേപ്പ്. അപ്പോൾ നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുത്തു. 1.5 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ഏകദേശം 250 രൂപ അല്ലേ? 250 രൂപയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ചു. 1.5 ലക്ഷം രൂപയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തിട്ട് 250, 1/4 ലക്ഷം രൂപയ്ക്ക്. 250 ആയിട്ടില്ല. 1/2 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 250 രൂപ. 250 രൂപ. അപ്പോൾ ഒരു 150 രൂപയുടെ ഫ്രൂട്ട്സ് വാങ്ങി ബാക്കി 100 രൂപ തിരിച്ചു വന്നു അല്ലേ? ഓക്കെ. ബാക്കി 100 രൂപ തിരിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഇവിടെ ലക്ഷങ്ങൾ കൊണ്ടുള്ള കളികളാണ് ഗൈസ്. കണ്ടല്ലോ, നമ്മൾ ക്യാഷൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. കാരണം നമുക്കറിയില്ല ഏതെന്ത് നോട്ടാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ കൊടുത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ ലക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും 500 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കെയർ ചെയ്യണം. ഓക്കെ. പൈനാപ്പിൾ. This how much? Yeah. Do. പൈനാപ്പിൾ മേടിച്ചു. 2 കിറ്റ് പൈനാപ്പിൾ 20,000 രൂപ. അതായത് 100 രൂപ നാട്ടിലെ 100 രൂപ. Ria? Yeah. Okay. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധ ടെമ്പിൾ കാണാൻ വേണ്ടി നമ്മൾ മാക്സിമം വെച്ച് പിടിച്ചാട്ടോ. പക്ഷെ അവിടെ ക്ലോസ് ചെയ്തു, ടൈം ക്ലോസ് ചെയ്തു. അപ്പം നമ്മളിപ്പോൾ ഇത് ഇവിടെ കുറുഗ് സേവ കെൻഡാൽ എന്ന് പറയുന്ന ലൊക്കേഷനാണ്. അവിടെ ഉള്ളൊരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വാട്ടർഫോൾസ് കാണാം. ഇവിടെ ആളുകളൊക്കെ കുറവാണ്. ഇവിടെ ചെറിയൊരു 2-3 ഷോപ്പൊക്കെ ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്. ഓക്കെ. കുറുഗ് സേവ അതൊരു ടെമ്പിളാണ്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇത് ഇവിടെ ഈ കെൻഡൽ എന്നാണ് ഈ സ്ഥലത്തേക്ക് പറയാം കേട്ടോ. കെൻഡൽ. നമ്മുടെ റിയ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 7200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഗായ്സ്. കണ്ടല്ലോ, വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ടൂറിസ്റ്റുകളാണ്. ഹായ് ബ്രോ. അപ്പോൾ ടിക്കറ്റ് ഒന്ന് കൈ വിളിച്ചോ Ria. Yeah. Ticket keep. Okay. Waterfall with the biggest in Kendal. Kendal. Kendal location. Kendal in Central Java. Okay. But in the north Central Java. Central Java. ജാവയിലുള്ള കെൻഡാൽ എന്ന പ്രദേശത്തിലുള്ള ഒരു വാട്ടർഫോൾ ആണ് ഈ കാണുന്നത്. അതിന്റെ പേരാണ് ചുറുക് സേവ്. കെൻഡാൽ എന്ന ലൊക്കേഷനിൽ. അത് സെൻട്രൽ ജാവയിലുള്ള ഒരു സ്ഥലമാണ്. ഇത് ടെമ്പിൾ ആണോ? ടെമ്പിൾ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കണ്ടോ. ഇങ്ങനത്തെ ഒരു സംഭവം. ബൈക്ക്. Okay. Then you know. Okay, thank you. What is that music? Musiknya gimana? Bukan di dalam sini ya? Like this? No, that is far. No, not here. Oh, bukan di sini ya? Bukan dalam ruangan, bukan dalam area ini ya? There, another place. Oh, kampung berarti di kampung ya? എല്ലാ ബുഷൊക്കെ വെച്ചിട്ട് കണ്ടോ. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസാണ്. കപ്പിൾസൊക്കെ വരുന്ന ഏരിയയാണ്. ഇവിടെ കപ്പിൾസൊക്കെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഒരു സരോവരം പാർക്ക് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേവിടെ കപ്പിൾസൊക്കെ ഇരിപ്പുണ്ട്.
ഹായ് ബേബി, അസ്സലാമു അലൈക്കും. ഇളനീർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അവർ ഭയങ്കര സ്മൈൽ. ഹൗ മച്ച്? വൺ. അവർക്ക് മിണ്ടാൻ കഴിയില്ല തോന്നുന്നു കേട്ടോ, സംസാരിക്കാൻ കഴിയില്ല തോന്നുന്നു. പാവല്ലേ. അപ്പോൾ നമുക്കൊരു ഇളനീര് മേടിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലത്തെ ഒരു ഹെൽപ്പ്. Ini cuma sama. Udah jadi satu. Itu ke അതായി കൂടെ പോകണം. ഓക്കെ ഓക്കെ udah ഓക്കെ, നോ പ്രോബ്ലം. bebas. ആ ഓക്കെ. Cuma itu tapi udah bebas semua. Ke sana, sana udah bebas. All destination. Iya. Ini. ഇതാ നമ്മൾ ഇളനീര് കുടിക്കാൻ പോവാണ്. Iya. കണ്ടോ, ഇളനീര് മേടിച്ചിരിക്കുക കേട്ടോ. ഇളനീര് ഇത് എങ്ങനെയൊക്കെയാണ് വെട്ടിയിട്ട് തരുന്നത് കണ്ടോ, നിറയെ വെള്ളമുണ്ട്. അയ്യവ. അപ്പോൾ താങ്ക് യു. സമ കണ്ടോ ഗൈസ്, നമ്മൾ ഇന്തോനേഷ്യ ഭാഷ പഠിച്ചു. Terima kasih. Terima kasih. Ya. നമ്മൾ താങ്ക് യു എന്നൊക്കെ പറയും, നന്ദി. അപ്പൊ അത് അവര് പറയാണ് Sama-sama. സമ. Terima kasih. Sama-sama. Terima kasih sekian sama-sama. സമ. കണ്ട ഗൈസ്, നമ്മൾ ഇന്തോനേഷ്യൻ ഭാഷ പഠിച്ചു കേട്ടോ. ഇവിടെ വന്നിട്ട് 2 വാക്കെങ്കിലും നമ്മൾ മര്യാദയിൽ പഠിച്ചു കേട്ടോ. ബൈ, സി യു അഗൈൻ.